ആരിഫ് ഹുസൈൻ, ചരിത്ര നിഷേധം വംഗബന്ധുവിനെ പൂർണ്ണമായും തമസ്കരിക്കുന്നു. ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ താലിബനൈസേഷൻ ഓഫ് ബംഗ്ലാദേശ് അത് തന്നെയല്ലേ ഇപ്പോൾ നടക്കുന്നത് ബംഗ്ലാദേശിൽ? താലിബാനൈസേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതല്ല എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും കൂടിയാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മതപരമായ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രവൽക്കരണത്തിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മളെ രാജ്യത്തിരുന്ന് ഒന്ന് ആലോചിക്കാം. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭരിക്കുന്നു, സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ആ വരുന്ന സമയത്ത് ഇവിടെ പല കാര്യങ്ങളും ചെയ്തു വെക്കുകയാണ്. ആ ചെയ്യുന്ന സമയത്ത് അതിനോട് വിയോജിപ്പുള്ള ആളുകൾ അപ്പുറത്തുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിന് എതിർപ്പുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ടായിരിക്കെ നമ്മൾ കാണുന്ന എന്താണ്, അവര് രണ്ടാമത് അല്ലെങ്കിൽ അവർ കുറെ കാലങ്ങൾക്ക് ശേഷം തിരിച്ച് ഭരണത്തിൽ കയറുന്ന ഒരു സമയം വരുമ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തു വെച്ച എല്ലാ സംഗതികളെയും അതേപോലെ മായ്ച്ചു കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ നോട്ടിൽ ഗാന്ധിജിയുടെ പടമുണ്ട്. അതല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഏത് സ്ഥലത്ത് പോയാലും, അങ്ങാടിയിൽ പോയാലും അവിടെ ഒരു MG റോഡ് നമുക്ക് കാണാൻ കഴിയും, മഹാത്മാഗാന്ധി റോഡ് നമുക്ക് കാണാം എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങൾ, നെഹ്റുവിൻ്റെ പേരിൽ പല സാധനങ്ങൾ, അതല്ലെങ്കിൽ അങ്ങനെ പലതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ അത് നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഗാന്ധിജിയെ പേര് വെച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും അത് നിലനിർത്തുമ്പോൾ പോലും പലപ്പോഴും നെഹ്റുവിൻ്റെ പേരിലുള്ള സംഗതികളൊക്കെ മാറ്റി വേറെ ചില പേരുകൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ വലിയ വിമർശനങ്ങൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചില ടാക്ടിക്സ് ആയിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു പകപോക്കലായിട്ടോ അതുമല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ ആധിപത്യം അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന പേരുമാറ്റൽ എന്ന് പറയുന്ന ഒരു വിഷയം. അത് മതത്തിന്റെ ഒരു ആംഗിൾ എന്ന് മാത്രം നമുക്കതിനെ ചുരുക്കി കെട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം 1971 അങ്ങനെ ഒരു സ്വാതന്ത്ര്യം പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും നേടേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരിക്കാം. പക്ഷേ ബംഗ്ലാദേശിനകത്തുള്ള ഒരു വലിയ സമൂഹം ആളുകൾക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ ഇസ്ലാമിക പക്ഷത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ കൂടിയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവർ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ അത് തമ്മിലൊരു കോറിഡോർ ഇന്ത്യയിലൂടെ നടത്തിക്കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി അടക്കമുള്ള സംഗതികളൊക്കെ വിഭാവനം ചെയ്തിട്ട് ഒരു ഡമ്പൽ കണക്കെ രണ്ടറ്റത്തും രണ്ട് പാകിസ്ഥാൻ, നടുവിൽ കൂടെ ഒരു വഴി, ഇങ്ങനെ ഒരു സാധനം അവർ വിഭാവനം ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരൊറ്റ ഇസ്ലാമിക രാജ്യമായിട്ട് നിൽക്കണം എന്നൊരു ചിന്ത അവിടെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പല പണികളും എടുക്കുന്നു. ആ സമയത്ത് അവർക്ക് വിഘാതമായിട്ട് നിന്നിരുന്നത് ബംഗ്ലാദേശിലെ ഇസ്ലാം ഇതര സമൂഹവും അവരുമായി ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുമാണ്, അല്ലെങ്കിൽ ഇന്ത്യ ആയിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ വരുമ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെയാണ് അവരോടൊരു വലിയ ഒരു എതിർപ്പ്, ഒരു പകപോക്കൽ എന്ന വണ്ണം. ഇപ്പൊ നമ്മൾ കണ്ടു പതാകയൊക്കെ ഇന്ത്യൻ ബന്ധമുള്ള സർവകലാശാലയുടെയൊക്കെ പടിയിൽ ഒക്കെ ഈ പതാക വിരിച്ചിട്ടിട്ട് അതിനകത്ത് ചവിട്ടി നിൽക്കുന്ന ചില സംഗതികളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്താണ് അതിൽ നിന്ന് കാണിക്കുന്നത്? ഇതൊരു ഇസ്ലാമിക വൽക്കരണത്തെക്കാൾ ഉപരി ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് അവിടെ കൊടുത്തുകൊണ്ട്, അത്തരത്തിലുള്ള സന്ദേശം വെച്ചുകൊണ്ട് ആളുകളിൽ കാലുഷ്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇത് വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണെന്നാണ് നമ്മൾ പറയുക. മതവും രാഷ്ട്രീയവും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡെഡ്ലി കോമ്പിനേഷൻ. അത് ഇസ്ലാം അവിടെ വരുന്ന സമയത്ത് അതൊരു ആറ്റം ബോംബിനേക്കാൾ വലിയ തോതിൽ ശക്തി ഉള്ള ഒരു സാധനമായിട്ട് മാറുന്നു എന്നതാണ്. ഇപ്പോൾ താലിബാനൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒരു ആവശ്യം പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ട വാർത്തയും അതാണ്. അതായത് സ്ത്രീകൾ അവർ ചികിത്സ തേടേണ്ടത് സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്താണെന്ന് ഒരു വശത്ത് പറയുകയും എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് പറയും ഇനി മതി, നിങ്ങൾ പഠിച്ചത് വീട്ടിൽ പോയിക്കോ എന്ന് വന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ എന്താണ് ശരിക്കും കറങ്ങി തിരിഞ്ഞു വരുന്നത്? സ്ത്രീകൾ ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥ ഇതല്ലേ അവിടെ ഉണ്ടായി വരുന്നത്. എന്ന് വെച്ചാൽ അവർ പഠിക്കാനും കഴിയില്ല, ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ പുരുഷനെ തേടി പോകാനും പറ്റില്ല, സ്ത്രീകളെ തന്നെ വേണം എന്നുള്ള ചില മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് കൂടി കാണുമ്പോൾ ഇത് ഒരു വലിയ അപകടമാണ്. അത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം ആണ് ഈ ഒരു രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരിക. കാരണം രണ്ട് വശത്തും മതഭ്രാന്ത്, മതമിളകി നിൽക്കുന്ന രണ്ട് മതരാഷ്ട്രങ്ങൾ, ആ രണ്ട് മതരാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് ഏത് നിമിഷവും
ഇറങ്ങിത്തിരിക്കാൻ സാധ്യതയുള്ള തീവ്രവാദ കൂട്ടങ്ങൾ, അവർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള തീവ്രവാദ അക്രമങ്ങൾ, ഇതിനെ ഭയന്നുകൊണ്ട് എന്നും നമ്മളുടെ ഈ ആർമി ഇതിലെ മിലിറ്ററി സ്പെൻഡിങ് പോലും കൂട്ടേണ്ടി വരുന്നൊരവസ്ഥ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭാവിയാണോ എന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടി വരുന്നു. അതൊക്കെയാണ് ഇതിനകത്ത് നമ്മളെ കൺസേൺ ആയിട്ട്, എൻ്റെയൊക്കെ ഒരു കൺസേൺ ആയിട്ട് ഇവിടെ വരുന്നത്. ഈ മതം എത്രത്തോളം ആളുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ, നമ്മളൊക്കെ നടത്തുന്ന മതവിമർശനം പോലും കൂട്ടാനുള്ള കാരണം പോലും ഇതായി മാറുന്നു എന്നിടത്തേക്കാണ് ഇത് കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ പച്ചവൽക്കരണം അല്ലെങ്കിൽ ഈ പറയുന്ന താലിബാനൈസേഷൻ എന്ന് പറയുന്നത് ഉണ്ട്. അതോടൊപ്പം തന്നെ നടക്കുന്നത് ഈ ഒരു തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില മായ്ച്ചു കളയൽ നടത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത് നമ്മൾക്ക് ഇതിനകത്തുള്ള പാഠം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ഏതായാലും ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് ആര് തന്നെയായാലും അതിനെ എതിർക്കാനുള്ളൊരു നിലപാട് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. യെസ്, താങ്കൾ ഉന്നയിച്ച ആ കൺസേൺ വളരെ അതിൻ്റെ ഗുരുതര സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കണക്കിലെടുക്കേണ്ടതാണ്